ചപ്പാത്തിക്കും പൂരിക്കും പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറി നമുക്ക് റെഡിയാക്കാം. കുക്കറിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം പട്ട, 2 ഏലക്കായ, കുറച്ച് പെരിഞ്ജീരകം എന്നിവ ചേർത്ത് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിന് നല്ലൊരു വാസന വരുമ്പോൾ നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. സവോളയും തക്കാളിയും കൊത്തി അരിഞ്ഞാണ് എടുത്തേക്കുന്നത്. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കറിക്ക് കൊഴുപ്പ് കിട്ടാനായിട്ട് പൊട്ടാറ്റോ നമുക്ക് നീളത്തിൽ മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു പൊട്ടാറ്റോ ആണ് യൂസ് ചെയ്യുന്നത്. ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഗ്രീൻ പീസ് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷം 3-4 വിസിൽ നമുക്ക് വേവിക്കാം. ഗ്രീൻ പീസ് അധികം അങ്ങ് വെന്ത് ഉടയാനായിട്ട് പാടില്ല. ഇങ്ങനെ മണി പോലെ കിടക്കണം. എന്നാൽ ആവശ്യത്തിന് വെന്ത് കിട്ടുകയും വേണം. അവസാനമായിട്ട് മല്ലിയില, കസൂരി മേത്തി എന്നിവ ചേർത്ത് കൊടുക്കാം. സ്വാദിഷ്ടമായിട്ടുള്ള കറി റെഡിയാണ്. താങ്ക്